നമസ്കാരം. സ്റ്റാർ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാണിമേലിൽ കോൺഗ്രസിന് ചെയർപേഴ്സൺ സ്ഥാനം. തട്ടാന്റെവിട മമ്മുഹാജിയുടെ മൃതദേഹം മക്കയിൽ കബറടക്കി. പുതിയ ഉയരവും വേഗവും തേടി കുരുന്നുകൾ ട്രാക്കിൽ. മലയോരം ദുരന്ത ഭീതിയിൽ. വാർത്തകൾ വിശദമായി. വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കോൺഗ്രസിന് 10ാം വാർഡിൽ നിന്നും വിജയിച്ച എൽസമ്മ ഫ്രാൻസിസ് ആണ് നറുക്കെടുപ്പിലൂടെ ചെയർപേഴ്സണായത്. മുസ്ലിം ലീഗും കോൺഗ്രസും ഒറ്റക്കൊറ്റക്കായിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾക്ക് നിരുപാധികം പിന്തുണ നൽകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ അവർ ഞങ്ങൾക്ക് യാതൊരുവിധ താല്പര്യങ്ങളും ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലാണ് ഞങ്ങൾക്ക് പുതുതായി ചെയർമാൻമാരെ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് ചെയർമാനായിട്ട് കൊറ്റാല അഷറഫ് മാഷെ വിജയിപ്പിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതിൽ അംഗങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ സാബിറ ടീച്ചറെയും വിജയിപ്പിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി വരുന്ന 3ാമത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഞങ്ങളെ ചെയർമാനായിട്ട് ഞങ്ങൾ നിശ്ചയിച്ചിരുന്നത് ഞങ്ങളുടെ യൂത്ത് ലീഗിൻ്റെ മണ്ഡലം സെക്രട്ടറി കൂടിയായിട്ടുള്ള MK അഷ്റഫിനെയായിരുന്നു. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആനുപാതിക പ്രാതിനിധ്യ നിയമം അനുസരിച്ചിട്ട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു മെമ്പറും MK അഷ്റഫ് എന്ന് പറയുന്ന ഒരു മെമ്പറും CPMൻ്റെ ഒരു മെമ്പറും കോൺഗ്രസിൻ്റെ ഒരു മെമ്പറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 3 പേരുള്ളതിൽ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചെയർമാൻ്റെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ CPM മത്സരത്ത് രംഗത്തുണ്ടായില്ല. അപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും ആ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി നോമിനേഷൻ കൊടുക്കുകയും അങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വോട്ട് ചെയ്തപ്പോൾ ഒരു വോട്ട് എൽസമ്മ ഫ്രാൻസിസിനും കോൺഗ്രസിൻ്റെ എൽസമ്മ ഫ്രാൻസിസിനും ഒരു വോട്ട് മുസ്ലിം ലീഗിൻ്റെ MK അഷ്റഫിനും ലഭിച്ചു. അങ്ങനെ വോട്ട് തുല്യമായപ്പോൾ നറുക്കെടുപ്പ് നടന്നു. നറുക്കെടുപ്പിൽ എൽസമ്മ ഫ്രാൻസിസ് വിജയിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ നിലപാട് മാറ്റിയിട്ടില്ല. നേരത്തെ നിലപാട് തന്നെയാണ്. കോൺഗ്രസ് ഞങ്ങൾക്ക് നിരുപാധിക പിന്തുണ നൽകിയതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഞങ്ങൾ ഒരു സീറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ താല്പര്യപ്പെട്ട് കൊടുക്കണം എന്നുള്ള ഒരു ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് നറുക്കെടുപ്പിൽ അവർക്ക് ഒരു ചെയർമാൻ സ്ഥാനം കിട്ടിയെന്നല്ലാതെ ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല. ഹജ്ജ് കർമ്മത്തിനിടെ നിര്യാതനായ വാണിമേൽ സ്വദേശി തട്ടാന്റെവിട മമ്മുഹാജിയുടെ മൃതദേഹം മക്കയിൽ ഖബറടക്കി. ഹജ്ജ് കർമ്മം നിർവഹിച്ച് മടങ്ങാനിരിക്കെ ചൊവ്വാഴ്ച രാവിലെ താമസ സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞത്. തട്ടാന്റെവിട മമ്മുഹാജി നാടിന്റെ ഓർമ്മയായി. വാണിമേലിലെ മതസാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിത്വമായിരുന്നു മമ്മുഹാജി. ഭാര്യയുടെ സഹായിയാവാനാണ് സ്വന്തം ആരോഗ്യ പ്രശ്നം പോലും കണക്കാക്കാതെ മമ്മുഹാജി 2ാം ഹജ്ജിന് പോയത്. ഓരോ നാട്ടിലെയും വടവൃക്ഷങ്ങൾ ഒന്നൊന്നായി കടപുഴകി വീഴുകയാണ്. പകരം പുതിയവ തളിർത്തു വരുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ളതിന് വേണ്ടത്ര കാമ്പും കാതലുമില്ല എന്നതാണ് നാടിന്റെ ദുഃഖം. വാണിമേൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗം, വാണിമേൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ്, വാണിമേൽ ക്രസന്റ് ഹൈസ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗം, ഭൂമിവാതുക്കൽ നൂറുൽ ഹുദ മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് തുടങ്ങി വിവിധ മേഖലകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. പുണ്യഭൂമിയിൽ പൊലിഞ്ഞുപോയ ആ വ്യക്തിത്വത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങൾ ശിരസ് വഹിക്കുന്നു. വാണിമേലിലെ മത സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിത്വമായിരുന്നു ജനാബ് തട്ടാന്റെവിട മമ്മുഹാജി. കറകളഞ്ഞ ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു മമ്മുഹാജി. അനീതിയോടും അഴിമതിയോടും അധാർമികതയോടും ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ഒരു മനസ്സിനുടമയായിരുന്നു മമ്മുഹാജി. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സുഹൃത്തുക്കൾ എന്ന പോലെ തന്നെ ശത്രുക്കളെയും സമ്പാദിക്കാൻ മമ്മുഹാജിക്ക് ഇടയായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്നിരുന്നാലും
അനുഷ്ഠാന കാര്യങ്ങളിലുള്ള നിഷ്ഠയും സാമ്പത്തിക കാര്യങ്ങളിലുള്ള സൂക്ഷ്മതയും രാഷ്ട്രീയ അഭിപ്രായങ്ങളിൽ അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്ന തികച്ചും സ്വതന്ത്രമായ വീക്ഷണങ്ങളും മമ്മുഹാജി നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമാകാൻ കാരണമായി. വാണിമേൽ ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന നിലക്ക് ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ സജീവമായി അദ്ദേഹം പങ്കാളിത്തം വഹിച്ചിരുന്നു. വാണിമേൽ ക്രസന്റ് ഹൈസ്കൂൾ ഭൂമിവാതുക്കലിൽ സ്ഥാപിച്ചു കിട്ടുന്നതിൽ മറ്റാരെക്കാളും മുന്നിൽ നിന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മമ്മുഹാജി. തൻ്റെ സ്വാധീനവും കഴിവുകളുമെല്ലാം തന്നെ ഇക്കാര്യത്തിൽ അദ്ദേഹം വിനിയോഗിച്ചിരുന്നു. ശാരീരികമായി തന്നെ സ്കൂളിൻ്റെ നിർമ്മാണത്തിന് അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തമുണ്ടായിരുന്നു എന്നാണ് ക്രസന്റ് ഹൈസ്കൂളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആരംഭകാല നേതാക്കൾ പലരും സൂചിപ്പിക്കാറുള്ളത്. വാണിമേൽ ക്രസന്റ് ഹൈസ്കൂളിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും വാണിമേലിൻ്റെ മത സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിച്ച ഒരു വ്യക്തിയുമായ മമ്മുഹാജിയുടെ ആകസ്മിക നിര്യാണത്തിൽ എനിക്ക് അങ്ങേയറ്റത്തെ ദുഃഖമുണ്ട്. മമ്മുഹാജിയെ പരിശുദ്ധ ഹജ്ജ് വേളയിൽ കാണാതായി എന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് വാണിമേൽ നിവാസികൾ ശ്രവിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ ഹജ്ജ് വളണ്ടിയർമാർ ആശുപത്രിയിൽ കണ്ടെത്തി എന്ന വിവരം നാട്ടുകാർക്ക് ഏറെ സമാധാനം നൽകിയിരുന്നു. സന്തോഷവാനായി പരിശുദ്ധ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്ന് മമ്മുഹാജിയെ കാണാമെന്ന പ്രതീക്ഷ പുലർത്തുമ്പോഴാണ് മമ്മുഹാജിയുടെ ആകസ്മിക നിര്യാണ വാർത്ത നാട് അറിഞ്ഞത്. ആ ബഹുമാന്യ വ്യക്തിത്വത്തിന് സർവശക്തനായ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനായ തട്ടാൻ്റെയുടെ മമ്മുഹാജി മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ ഒരു നേതാവായിരുന്നു. മുസ്ലിം ലീഗ് വാണിമേൽ പഞ്ചായത്തിൽ വളരെയേറെ പ്രതിസന്ധികളൊക്കെ നേരിട്ട കാലഘട്ടത്തിൽ പാർട്ടിയെ നയിച്ചിട്ടുള്ള സമുന്നതനായ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിയോഗം മുസ്ലിം ലീഗ് പാർട്ടിക്കും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വലിയ നഷ്ടമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം 2 പ്രാവശ്യം ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായിട്ടുണ്ട്. പഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ട സമയത്ത് പഞ്ചായത്തിൽ അദ്ദേഹം നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു മെമ്പറായിരുന്നു. അതിനുശേഷം അദ്ദേഹം ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ട് തന്നെ ഒരു പ്രാവശ്യം അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു നല്ല മെമ്പർ എന്നുള്ള ഖ്യാതി നേടിയിട്ടുള്ള നേതാവാണ് മമ്മുഹാജി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം നിലപാടുകൾ പാർട്ടിയുടെ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് പാർട്ടി ശക്തമായിട്ടുള്ള തീരുമാനമെടുക്കേണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ കർക്കശമായിരുന്നു. യാതൊരു വിട്ടുവീഴ്ചയും പാർട്ടിയുടെ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ലാത്ത നേതാവായിരുന്നു അദ്ദേഹം. അതേപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം ക്രസന്റ് ഹൈസ്കൂൾ വാണിമേലിൻ്റെ പുരോഗതിയിൽ വളരെയേറെ പങ്കുവഹിച്ചിട്ടുള്ള ക്രസന്റ് ഹൈസ്കൂളിൻ്റെ ശില്പികളിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. ക്രസന്റ് ഹൈസ്കൂൾ വാണിമേലിൽ സ്ഥാപിക്കപ്പെടുന്നതിന് വളരെയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിട്ട കാലത്ത് അത് വാണിമേലിൽ തന്നെ സ്ഥാപിക്കണം, ഭൂമിവാതുക്കൽ തന്നെ സ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെതായ പങ്കുവഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സമുന്നതനായ സാമൂഹ്യ വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടിയാണ് മമ്മുഹാജി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ലൈൻ, അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ ലൈൻ മറ്റുള്ള പ്രവർത്തകന്മാർക്ക് മാതൃകയാക്കാവുന്ന ലൈനാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള പാർട്ടിയിൽ
അദ്ദേഹത്തിന് ശേഷം നേതൃസ്ഥാനത്തേക്ക് വന്നിട്ടുള്ള പ്രവർത്തകൻ എന്നുള്ള നിലക്ക്, നേതാവ് എന്നുള്ള നിലക്ക് അദ്ദേഹം എനിക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ വളരെ വിലപ്പെട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. എല്ലാ സമയത്തും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൂസലില്ലാതെ മുന്നോട്ട് പോകണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പ്രതിസന്ധികൾ രാഷ്ട്രീയ രംഗത്തുണ്ടാകും, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികളുണ്ടാകും. വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് അതൊക്കെ തന്നെ തള്ളിക്കൊണ്ട് ശ്രദ്ധിക്കാതെ വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഞാൻ പല സമയങ്ങളിലും രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. എൻ്റെ രാഷ്ട്രീയ സമീപനവും എൻ്റെ നിലപാടുകളും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമുന്നതനായ നേതാവ് വാണിമേലിന് വളരെയേറെ ആവശ്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മളൊന്നും പ്രതീക്ഷിക്കാതെയാണ് സംഭവിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മക്കയിൽ പോയതായിരുന്നു. കുറേ ദിവസം നമ്മൾ അദ്ദേഹത്തെ മറ്റൊരു വേവലാതി, മറ്റൊരു വല്ലാത്തൊരു ഭീതിയോടുകൂടി നമ്മൾ കേട്ട മറ്റൊരു വാർത്തയുണ്ടായിരുന്നു. ആകാംക്ഷയോടുകൂടി നമ്മളെല്ലാം കേട്ട വാർത്ത, അദ്ദേഹം ഹജ്ജിന് പോയതിന് ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഏതോ ഒരു സമയത്ത് അദ്ദേഹത്തെ മിസ്സായി, അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ബന്ധം, അദ്ദേഹത്തോടൊപ്പം പോയിരുന്ന ടീമുമായിട്ടുള്ള ബന്ധം അദ്ദേഹം വിക്ഷേപിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തെ കാണാനില്ല എന്നുള്ള വാർത്ത വന്നപ്പോൾ ഈ നാട്ടിലെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നമ്മളെപ്പോലുള്ള എല്ലാവരും വളരെയേറെ ആകാംക്ഷയോടുകൂടി, വളരെ ഉത്കണ്ഠയോടുകൂടി ആ വാർത്ത ഇങ്ങനെ എപ്പോഴാണ് അദ്ദേഹത്തെ കാണില്ലേ എന്നുള്ള ഒരു ഭീതിയോടുകൂടി, ആകാംക്ഷയോടുകൂടി എല്ലാവരും നിൽക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ കണ്ടു എന്നുള്ള വാർത്ത അറിഞ്ഞു. അങ്ങനെ നമ്മളെല്ലാം സന്തോഷിച്ച് അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെട്ടു എന്നുള്ള വാർത്തയും നമ്മൾ കേട്ടിട്ടുള്ളത്. ഏതായാലും മമ്മു ഹാജി, ആ നല്ല മനുഷ്യൻ, എല്ലാവരോടും സ്നേഹമുള്ള, യാതൊരു കറകളഞ്ഞ ജീവിതം എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാം. അദ്ദേഹം സാമ്പത്തിക രംഗത്ത് അദ്ദേഹം കാണിച്ചിട്ടുള്ള വിശുദ്ധി അതെല്ലാവരും മാതൃകയാക്കേണ്ടതാണ്. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ വിശുദ്ധി, സാമ്പത്തിക രംഗത്തെ വിശുദ്ധി ഒരു മാതൃകയായിരുന്നു. യാതൊരു അഴിമതിക്കും ഇടം കൊടുക്കാതെ താൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സാമ്പത്തികമായിട്ട് 1 രൂപ ചെലവഴിച്ചാൽ 5 പൈസ അല്ലെ 25 പൈസ ചെലവഴിച്ചാൽ 50 പൈസ ചെലവഴിച്ചാൽ അത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുകയും അത് അവതരിപ്പിക്കപ്പെടുകയും കണക്കുകളിൽ കൃത്യത പാലിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു നേതാവ് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കും ഒരു മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ദുഃഖിക്കുകയാണ്. ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്.